ഗർഭാധാനം ചെയ്ത സമയത്ത്, അതായത് ആദ്യത്തെ സ്ത്രീ പുരുഷ വീഴ്ച സംഭവിക്കുന്ന ലഗ്നത്തിൽ, അതിപ്പോൾ നിങ്ങൾക്കറിയാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, സാധാരണക്കാരത് ഇപ്പോൾ എപ്പോഴാണ് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുകയോ അതിൻ്റെ മുഹൂർത്ത രാശിയുടെ 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പ്രസവത്തിൽ അപകടം സംഭവിക്കാം. ഇത് നമുക്ക് പെൺകുട്ടികളുടെ ജാതകത്തിലും ഈ യോഗം ഉണ്ടെങ്കിൽ അവരുടെ പ്രസവത്തിൽ വളരെ ശ്രദ്ധിക്കണം. പഞ്ചമ പ്രസവസ്ഥത എന്നാണ് പറയുക. സാധാരണ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഇത് മുഹൂർത്തമായതുകൊണ്ടാണ് മുഹൂർത്ത ലഗ്നത്തിൽ ചൊവ്വയും 7-ൽ സൂര്യനും എന്ന് പറഞ്ഞത്. ഇത് തന്നെ ജാതകത്തിൻ്റെ ഗ്രഹനിലയിൽ യോഗം വന്നാലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫലം പറഞ്ഞിട്ട് പ്രസവത്തിൽ കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, സർജറി ചെയ്യാൻ വൈകി, സിസേറിയൻ ചെയ്യാൻ വൈകി, ഫ്ലൂയിഡ് പോയി, അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ നേരം വൈകി, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ ജാതകം വായിക്കുന്ന സമയത്ത്, കുട്ടി ഉണ്ടായി, ആ കുട്ടിയുടെ ജാതകം വായിക്കുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലഗ്നത്തിൽ, ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഇത്തരം യോഗങ്ങൾ, ലഗ്നത്തിൽ ചൊവ്വയും 7-ൽ സൂര്യനൊക്കെ വന്നിട്ടുള്ള യോഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണയായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിഷേക ലഗ്നത്തിൽ അഥവാ ഗർഭാധാന ലഗ്നത്തിൽ ഗ്രഹയുദ്ധം ഉണ്ടാവുക. ഗ്രഹയുദ്ധങ്ങൾ ഒരേ രാശിയിൽ കുജാതി പഞ്ചഗ്രഹങ്ങൾ വന്നാൽ ചൊവ്വ തൊട്ടിട്ട് ശനി വരെയുള്ള ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗ്രഹയുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. അതായത് കുജാതി 2 ഗ്രഹങ്ങൾ, ചൊവ്വയോ ബുധനോ, ചൊവ്വയോ വ്യാഴമോ, അല്ലെങ്കിൽ ചൊവ്വയോ ശുക്രനോ ഒക്കെ ഒരു അംശകത്തിൽ അധികം അകലെ അല്ലാണ്ട് വരുന്ന സമയത്താണ് ഗ്രഹയുദ്ധം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. അത് ഗണിത വിഷയമാണ്. സാധാരണക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ജ്യോത്സ്യൻ ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. ആ സമയത്ത് ഈ കൊടുക്കുന്ന മുഹൂർത്ത സമയത്ത് ഗ്രഹയുദ്ധം എന്ന് പറയുന്ന സംഗതി ഉണ്ടോ, അപ്പോൾ അത് ഏത് ദിക്കിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കണം. അതായത് തെക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹത്തിനാണ് സാധാരണ ഗ്രഹയുദ്ധത്തിൽ പരാജയം ഉണ്ടാവുക. അതായത് നമ്മൾക്കിങ്ങനെ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ തെക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹം ഇങ്ങനെ പ്രകാശം കുറഞ്ഞിട്ടും ഒരു പ്രത്യേകതരം വിറയൽ എന്ന് പറയും. അത് വായു ഇങ്ങനെ തട്ടുമ്പോൾ സംഭവിക്കുന്നതാണ്. പ്രകാശം കുറയുമ്പോൾ വായുവിൻ്റെ ആവരണം വരുമ്പോഴൊക്കെയാണ് അത് വിറയലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വടക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹത്തെ ഭയപ്പെടുന്നതായിട്ടുള്ളൊരു തോന്നൽ, തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹത്തെ, വടക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹത്തെ ഭയപ്പെടലായിട്ടുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും ഇത്രേ. അപ്പോൾ അതിനാണ് ഗ്രഹയുദ്ധം എന്ന പേര് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശുക്രൻ തെക്ക് വശത്താണെങ്കിൽ, ശുക്രനെ തെക്ക് വശത്ത് നിന്നാൽ വിജയിയാണെന്ന് പറയുന്നുണ്ട്. ശുക്രന് തെക്ക് വശത്ത് വന്നാൽ പരാജയം ഉണ്ടാവില്ല. സാധാരണ വടക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ജയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ശുക്രൻ അതിന് പ്രത്യേകതയുണ്ട്. ആ ശുക്രൻ തെക്ക് വശത്ത് നിൽക്കുകയാണെങ്കിൽ ഗ്രഹയുദ്ധത്തിൽ പരാജയം ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനോട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറേ എപ്പിസോഡുകൾ ചെയ്യാനുള്ള സംഗതി ഈ നിഷേക